നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. ഭൂസംരക്ഷണ നിയമപ്രകാരം കോട്ടക്കൽ നഗരസഭയ്ക്ക് കീഴിലെ പുത്തൂർ ചിനക്കൽ ബൈപ്പാസ് റോഡിലെ കാവതികളത്തെ അനധികൃത തെരുവു കച്ചവടങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കരുടെ നേതൃത്വത്തിൽ പോലീസ് സന്നാഹത്തോടെയായിരുന്നു നടപടികൾ. റോഡ് കയ്യേറി കച്ചവടം നടത്തുന്നതായും വഴിയാത്രക്കാർക്ക് യാത്രാ തടസ്സമുള്ളതായും മാലിന്യം തള്ളുന്നതായും പരിസരവാസികൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കച്ചവടക്കാർക്കും ഒഴിഞ്ഞു പോകുന്നതിന് നഗരസഭ വിവിധ ഘട്ടങ്ങളിലായി കത്ത് നൽകിയിരുന്നു. 45-ലധികം സ്ഥാപനങ്ങളിൽ ചിലത് ഒഴിവായെങ്കിലും സമീപത്തെ പാടത്തേക്കും റോഡരികിലേക്കും മാറ്റി കെട്ടിപ്പൊക്കി പ്രവർത്തിച്ചിരുന്ന താൽക്കാലിക ഷെഡുകളാണ് പൊളിച്ചത്. ബൈപ്പാസിൽ കാവതിക്കളം മുതൽ കുറ്റിപ്പുറത്തുകാവ് ക്ഷേത്രം വരെയുള്ള ഭാഗത്താണ് ഇത്തരം കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ PT അബ്ദുവിന്റെ ചുമതലയിലുള്ള സ്ഥാപനവും പൊളിച്ചവയിൽ ഉൾപ്പെടും. വ്യാഴാഴ്ച പുലർച്ചെ 6 ആരംഭിച്ച നടപടികൾ രാവിലെ 10 മണിയോടെ അവസാനിച്ചു. തഹസിൽദാർ CK ആഷിഖ്, ഡെപ്യൂട്ടി തഹസിൽദാർ സുരേഷ് ബാബു, നഗരസഭാ സെക്രട്ടറി മാമ്പള്ളി സന്തോഷ് കുമാർ, സൂപ്രണ്ട് ഫെമി, ക്ലീൻ സിറ്റി മാനേജർ സക്കീർ ഹുസൈൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺ ബാബു എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധ സാധ്യതയെ തുടർന്ന് മലപ്പുറം DYSP സിനോജ, കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ബൈപ്പാസ് റോഡിലെ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് ഭാഗത്തുള്ള അനധികൃത തെരുവ് കച്ചവടം നേരത്തെ ഒഴിപ്പിച്ചിരുന്നു. ഇതോടെ ഇരു തദ്ദേശങ്ങളുടെയും കീഴിലുള്ള ബൈപ്പാസിലെ കച്ചവടങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കോട്ടക്കൽ.